എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഈ 33 വിഷയങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത് വീട്ടിലുണ്ടെങ്കിൽ, ഈ 33 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം മാറൂല കേട്ടോ. ഒരു സന്തോഷവും ഒരു സമാധാനവും ഒരു അഭിവൃദ്ധിയും നമ്മുടെ വീട്ടിലുണ്ടാവില്ല. എപ്പോഴും കഷ്ടപ്പാടും ദാരിദ്ര്യവും കൊണ്ട് നമ്മുടെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. 33 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്നു മുതൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് ഞാനത് മാറ്റിവെക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? ഇവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും നല്ല പോസിറ്റീവ് എനർജിയുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്ത മനോഹരമായൊരു ദിവസം, അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അറിയുന്ന റബ്ബ് ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ മുറാദുകളൊക്കെ ഹാസിലാക്കുമാറാകട്ടെ. അപ്പം എല്ലാവരും ചിരിച്ചില്ലേ? മനസ്സറിഞ്ഞ് ചിരിച്ചോ? ഹംദ് പറഞ്ഞപ്പോൾ ചിരിച്ചോ? അള്ളാഹു ഈ പുഞ്ചിരി മായാതെ നിലനിർത്തുമാറാകട്ടെ. സമാധാനം വേണ്ടേ നമുക്ക്? എപ്പോഴും ദാരിദ്ര്യവും പ്രയാസവും നമ്മൾ അലട്ടുകയാണെങ്കിലോ, അതായത് ഒരു വീട്ടിൽ എന്തൊക്കെ ചെയ്താലും ഈ പറയുന്ന 33 കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുള്ളൂ. എപ്പോഴും ദാരിദ്ര്യം. ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താ? ഇന്നലെ നമ്മൾ പറഞ്ഞു, ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനസമാധാനം, സംതൃപ്തിയൊക്കെയാണ് അല്ലേ? ഏറ്റവും വലിയ ദാരിദ്ര്യം ഇപ്പം എന്താ? അതിൻ്റെ ഓപ്പോസിറ്റാണ്. സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല, ഒന്നും മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റണില്ല. ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാനസികമായി അകൽച്ചയും ഇതൊക്കെ തന്നെയാണ് വീട്ടിലുള്ളതെന്നേ. അതാണ് ഏറ്റവും വലിയ കൊടിയ ദാരിദ്ര്യം എന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ അത്തരം ദാരിദ്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി നിർത്തണം. എന്താ അതിൻ്റെ കാരണം എന്ന് ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒന്നായിരിക്കാം. ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാനത് മാറ്റും എന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. അള്ളാഹു അത് മാറ്റിവെച്ച് ഹൃദ്യമായി ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ ആ പറയുന്ന 33 വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തത് എന്താ? ഒരു വീട്ടിൽ ഒരാളെങ്കിലും നിസ്കരിക്കാത്തതായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. അത് ദാരിദ്ര്യത്തിൻ്റെ കൂടായിരിക്കും. ഒരു സമാധാനം വീട്ടിലുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വലിയ കാറും വലിയ ബംഗ്ലാവൊക്കെ ഉണ്ടാകാം, ഒരു എക്സാമ്പിൾ പറയണം. പക്ഷേ നിസ്കരിക്കാത്ത മനുഷ്യരാണ് അതിൻ്റെ അകത്തുള്ളതെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിങ്ങനെ നീറായിരിക്കും. ഒരു സമാധാനം എന്ന് പറയുന്ന സാധനം അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ കോടീശ്വരനായിപ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ സമാധാനമൊക്കെ പൈസ കൊടുത്ത് മേടിക്കാമെന്നാണ്. പൊന്നു മക്കളെ, അത് വെറുതെയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നമുക്ക് സമാധാനം തരുന്നത് അള്ളാഹുവാണ്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എത്ര അതിസമ്പന്നരായ മനുഷ്യന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? സമാധാനമല്ലോ ഉസ്താദേ. സമാധാനം അങ്ങനെ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന സാധനമല്ല. അത് മിൻ ഇൻദില്ലാ, അള്ളാഹു തരേണ്ടതാണ്, പടച്ചോൻ തരേണ്ടതാണ്. പടച്ചോൻ തന്നാലേ അതുണ്ടാവുള്ളൂ. അപ്പോൾ പടച്ചോൻ തരാനുള്ളൊരു മാർഗ്ഗമാണ് നിസ്കാരം മുടക്കുന്ന ആളുകൾ ആ വീട്ടിലുണ്ടാകരുത്. പ്രത്യേകിച്ച് സുബഹി സമയത്തൊക്കെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ചെവിയിലേക്ക് ശൈത്വാൻ മൂത്രമൊഴിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് മൂത്രമൊഴിക്കുന്ന ഒരു വീട്ടിൽ ദാരിദ്ര്യമില്ലാതെ എന്ത് സമാധാനം ഉണ്ടാവുക? എന്ത് സമ്പത്ത് അവിടെ ഉണ്ടാവുക? എന്ത് സന്തോഷമാണ് അവിടെ ഉണ്ടാവുക? പിശാചിൻ്റെ ടോയ്ലറ്റായി നമ്മുടെ വീട് മാറിയിട്ടുണ്ട്. പിശാചിൻ്റെ ടോയ്ലറ്റും കൊണ്ട് ചുമന്ന് നടക്കുന്ന മനുഷ്യന്മാരാണ് നമ്മളെങ്കിൽ നമ്മൾ സമ്പാദിക്കണതിൽ എവിടെ നമുക്ക് ബർക്കത്തുണ്ടാവുക? മനസ്സിലാവണ്ടോ? എന്തിനാ നിസ്കാരം? എന്തിനാണ്? അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടിയാണ് നിസ്കാരം. അപ്പോൾ 5 വഖത്ത് നിസ്കരിക്കുന്നതിലൂടെ എപ്പോഴും അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ പടച്ചോൻ്റെ സ്മരണ നിലനിൽക്കുന്ന ഒരു വീട്ടിൽ എപ്പോഴും ബർക്കത്തായിരിക്കും. ആ സ്മരണ ഒരാളെങ്കിലും ഇല്ലാതെ പോയാൽ, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹിൻ്റെ സ്മരണ ഇല്ലാത്ത ഒരാളെങ്കിലും ഉണ്ടായാൽ, അതായത് നിസ്കരിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് ദാരിദ്ര്യത്തിൻ്റെ കൂടായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ അത് മാറ്റിവെക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തേത്, വീട്ടിലേക്ക് കയറുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത വീട്. അതായത് ഒന്ന്, ബിസ്മി ചൊല്ലി കയറുക. ബിസ്മി ചൊല്ലി കയറാത്ത വീട്, അതുപോലെ സലാം പറഞ്ഞ് കയറാത്ത വീട്. ഈ വീട് ദാരിദ്ര്യത്തിൻ്റെ കൂടായിരിക്കും. അവിടെ സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ കൂടെ ഒരു ശൈത്വാൻ ഉണ്ടാവും. നമ്മുടെ കൂടെ ആരുണ്ടാവും? ശൈത്വാൻ ഉണ്ടാവും. ഈ ശൈത്വാൻ നമ്മളോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് കയറും. ബിസ്മി ചൊല്ലിയിട്ടാണ് കയറണമെങ്കിൽ ആ പിശാച് പുറത്ത് നിൽക്കും. മനസ്സിലാകുന്നുണ്ടോ?
മനസ്സിലാകുന്നുണ്ടാ? ബിസ്മി ചൊല്ലിയിട്ടാണ് കയറുന്നതെങ്കിൽ ആ പിശാച് പുറത്ത് നിൽക്കും. ബിസ്മി ചൊല്ലിയില്ലെങ്കിലോ നമ്മുടെ കൂടെ തുടങ്ങി കയറി പോരും. അതുപോലെ വീട്ടുകാർക്ക് സലാം പറയാം, അസ്സലാമു അലൈക്കും, നിങ്ങൾ അള്ളാഹുവിൻ്റെ ശാന്തി സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് ആ പ്രാർത്ഥന. ഇനി ആരും വീട്ടിലില്ലെങ്കിൽ പോലും അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അവിടെയുള്ള ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, നല്ല ജിന്നുകൾക്കൊക്കെ ആ പ്രാർത്ഥന ഫലിക്കും, അതിലൂടെ അവരുടെ ദുആ ലഭിക്കും. അങ്ങനെ നമ്മുടെ വീട് സന്തോഷത്തിൻ്റെ അഭിവൃദ്ധിയുടെ കേന്ദ്രമായിട്ട് മാറും. ഈ രണ്ട് സാധനം ഇല്ലെങ്കിൽ അത് ദാരിദ്ര്യത്തിൻ്റെ കേന്ദ്രമാകും. ഇനി മൂന്നാമത്തേതോ, ഖുർആൻ പാരായണം ഇല്ലാത്ത വീടായാൽ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ യാസീൻ ഉണ്ടായിരുന്നു, വാഖിയ ഉണ്ടായിരുന്നു, മങ്കൂസ് മൗലിദ് ഉണ്ടായിരുന്നു, നഫീസത്ത് മാല ചൊല്ലുമായിരുന്നു. അങ്ങനെ എല്ലാ ഇബാദത്തുകൾ, നന്മകൾ കൊണ്ട്, ഖൈറാത്തുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട വീടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാഴ്ചയിൽ വലിയ വരുമാനമൊന്നും ആ വീട്ടിലുണ്ടാവില്ല. പക്ഷേ അവരായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നർ. കാരണം എന്താ? വല്ലാത്തൊരു സമാധാനം. ഒരുപാട് മക്കളുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, അല്ലേ? ഇന്ന് വളരെ കുറവാണ്. 12 മക്കളും അതുപോലെ വാപ്പായും ഉമ്മായും അവരുടെ സഹോദരങ്ങൾ എല്ലാവരും ചിലപ്പോൾ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ആ വീടിൻ്റെ അകത്ത് ഒരു മുറുക്കും ഒരു പിടിവലിയില്ല. വല്ലാത്തൊരു സമാധാനം, സന്തോഷം അക്കാലത്ത് അവർ അനുഭവിച്ചിരുന്നു. ഇന്ന് 3 ആളുകളേ ഉള്ളൂ കുടുംബത്തിൽ, ആകെ 3 മനുഷ്യന്മാർ, വാപ്പ ഉമ്മ കുട്ടി, ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. പക്ഷേ സമാധാനം കിട്ടണില്ല. ഒരു കാരണമാണ് ഈ പറയണത്, ഖുർആനൊത്ത് ഇല്ലാത്ത വീടായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. ഇനി നാലാമത്തേത്, ബിസ്മി ഉപയോഗിക്കാത്ത വീട്. നേരത്തെ നമ്മൾ പറഞ്ഞു വീട്ടിൽ കയറുമ്പോൾ ബിസ്മി. ഇതത് മാത്രമല്ല, വാതിലടയ്ക്കുമ്പോൾ, രാത്രി വാതിലടക്കേണ്ടത് ഭർത്താവാണ് കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. ഭാര്യയേക്കാൾ രാത്രിയിൽ വാതിലടക്കാൻ ഏൽക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. വാതിലടയ്ക്കുമ്പോൾ ബിസ്മില്ല അടയ്ക്കുക, വാതിൽ തുറക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി തുറക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ കൂടുതൽ എൻഗേജഡാകുന്നൊരു ഏരിയയാണ് കിച്ചൺ എന്ന് പറയുന്നത്. സഹോദരിമാർക്ക് മാത്രമുള്ളൊരു ഏരിയ എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഭർത്താക്കന്മാരും അവിടെ കയറേണ്ടതാണ്, അവർ ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യേണ്ടതുമാണ്. അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. അപ്പോൾ ഏതായാലും അടുക്കളയിൽ കയറുമ്പോൾ ബിസ്മില്ല, പാത്രം വെക്കുമ്പോൾ ബിസ്മി ചൊല്ല, കഴുകി വെക്കുമ്പോൾ ബിസ്മി ചൊല്ല, അതുപോലെ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ല, ഭക്ഷണം വിളമ്പുമ്പോൾ ബിസ്മി ചൊല്ല. ഉണ്ടോ? അങ്ങനെ വീട്ടിൽ ബിസ്മി എപ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി അല്ല. ഇവിടെയൊക്കെ പിശാചിൻ്റെ റോൾ എടുത്തു കളയപ്പെടുകയാണ്. പിശാചിൻ്റെ റോൾ എന്താണ്? ഇതിനൊക്കെ ഇടങ്ങേറാക്കുക, ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുക, അതിലൂടെ നമ്മുടെ വീട്ടിൽ സമാധാനം ഇല്ലാണ്ടാവും, ദാരിദ്ര്യം വന്ന് നിറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബിസ്മി അതിൻ്റെ ഉപയോഗം കൃത്യമാകാത്തൊരു വീടാണെങ്കിൽ അത് ബറക്കത്ത് കേടിൻ്റെ, ലക്ഷണക്കേടിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ കേന്ദ്രമായി മാറും. അഞ്ചാമത്തേതോ, പതിവാക്കേണ്ട ദിക്റുകളില്ലാത്ത വീട്. അതായത് ഇപ്പോൾ ബാത്റൂമിൽ കയറാണ്, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്, ആൺ പെൺ പിശാചിക്കരുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറണേ. അപ്പോൾ ഈ ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിൽ പറഞ്ഞത് പ്രകാരം ആൺ പെൺ പിശാചിക്കരുടെ ഉപദ്രവം നമുക്ക് കേൾക്കും. ഈ പിശാചിൻ്റെ ഉപദ്രവം ഏറ്റ ഒരു മനുഷ്യന് ആ വീട്ടിൽ സമാധാനം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ആ സന്തോഷം, ആ സമാധാനം അതിനെ കെടുത്തിക്കളയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സന്തോഷം വേണോ, സമാധാനം വേണോ? ബാത്റൂമിലേക്ക് കയറുമ്പോൾ ചൊല്ലിക്കോ. അതുപോലെ വീട്ടിൽ എന്തൊക്കെ ദിക്ർ നമുക്ക് പതിവാക്കാനുണ്ട് അല്ലേ? ചില കാര്യങ്ങളുമായിട്ട് എൻഗേജ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, ഇറങ്ങി വരുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, കഴിച്ചതിന് ശേഷമുള്ള ദിക്ർ. കണ്ടോ? ഇങ്ങനെയുള്ള പതിവായി ചൊല്ലേണ്ട ദിക്റുകളില്ലാതെ പോയാലും ഈ ബറക്കത്ത് കേട്, ഈ സമാധാനമില്ലായ്മ നമ്മുടെ വീട്ടിലുണ്ടാകും എന്നുള്ളതാണ്. ഇനിയോ ആറാമത്തേത്, മാതാപിതാക്കളെ ആദരിക്കാത്ത വീട്. ബാപ്പാനും ഉമ്മാനും വകവെക്കാത്ത വീടാണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ നിങ്ങൾ എത്ര കോടീശ്വരനാണെങ്കിലും നിങ്ങളാണ് ഏറ്റവും വലിയ ദരിദ്രന്മാർ. ദാരിദ്ര്യം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ കോടികൾ കൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷവും മേടിക്കാൻ കഴിയില്ല. ബാപ്പാനും ഉമ്മാനും വേദനിപ്പിച്ചിട്ട് ഒരു സമാധാനവും. ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണത് ഭർത്താവിനെയും ഭർത്താവിൻ്റെ ഉമ്മാനെയും തമ്മിൽ തെറ്റിച്ച് കഴിഞ്ഞാൽ ഭർത്താവ് നിങ്ങളെ പൊന്നുപോലെ നോക്കുമെന്നാണ്. വെറുതെയാണ്. എല്ലാവരുടെയും കാര്യമില്ല കേട്ടോ പറയണേ. ചിലയിടത്ത് അങ്ങനെ സംഭവിക്കുന്നതായിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും സങ്കടം പറഞ്ഞവരൊക്കെ ഉണ്ട്. വെറുതെയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ വെറുക്കുന്ന ഭർത്താവായിട്ട് അത് മാറും. അങ്ങനെ ജീവിതത്തിൽ ഈ പ്രശ്നവും ബുദ്ധിമുട്ടുമായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. വാപ്പാനും ഉമ്മാനും, സ്വന്തം വാപ്പാനും ഉമ്മാനും നമ്മൾ കൂടുതൽ പരിഗണിക്കുക. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഉമ്മാനെയും വാപ്പാനെയും പരിഗണിക്കുക. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. ഭർത്താവിന് സ്വന്തം വാപ്പായും ഉമ്മായും തന്നെയാണ് ഭാര്യയുടെ മാതാപിതാക്കൾ. അങ്ങനെ പരസ്പരം മാതാപിതാക്കളെ ബഹുമാനിക്കുക. അവരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബറക്കത്തും നേടാനില്ല. ഇനി ഏഴാമത്തേതോ, നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലിന് പകരം വലത് കാല് വെച്ച് കയറുക. അതൊരു ബറക്കത്ത് കേടാണ്. ബാത്റൂമിൽ കയറുമ്പോൾ ഏത് കാല് വെക്കണം? ഇടത് കാല് വെക്കണം. ചിലപ്പോൾ നമ്മൾ ഈ ടോയ്ലറ്റ് ആവശ്യത്തിന് പോവുകയാണെങ്കിൽ ഇടത് കാല് വെച്ച് കയറും. കുളിക്കാൻ പോവുകയാണെങ്കിൽ അതൊക്കെ മറക്കും, നമ്മൾ വലത്തേക്കാൽ വെച്ച് കയറും. ഏതാണ്ട് ബന്ധു വീട്ടിൽ പോകണ പോലെ അങ്ങ് പോകും. അങ്ങനെയല്ല, അത് പിശാചിൻ്റെ സങ്കേതമാണ്. അവിടെ ഇടത് കാല് വെച്ച് ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയിട്ട് വേണം കയറാൻ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് ഇറങ്ങുകയും വേണം. ഇനി എട്ടാമത്തേത്, ധരിച്ച വസ്ത്രം, നമ്മൾ ശരീരത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടക്കാം. പലപ്പോഴും സഹോദരിമാരാകട്ടെ പുരുഷന്മാരാകട്ടെ, പുരുഷന്മാർക്കുണ്ടത് എവിടെയെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് കൊടുത്തേക്കണം മുണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് മുഖം അങ്ങനെ തുടക്കും. കാരണന്മാർക്കുണ്ട്. ഇപ്പോൾ
ട്രെൻഡി പിള്ളേർക്കുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഈ പെട്ടെന്ന് വിയർപ്പ് വരണം, ഇങ്ങനെ അങ്ങോട്ട് തുടക്കേണ്ട ഒരു സ്വഭാവമുണ്ട്. ഒരിക്കലും അങ്ങനെ തുടക്കാൻ പാടില്ല. അതായത് ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടച്ചാൽ അത് ദാരിദ്ര്യത്തിന് നിമിത്തമാണെന്ന് ഇമാമിങ്ങൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. വെറുതെ അങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കൂലല്ലോ. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇമ്മത്തികളല്ലേ രേഖപ്പെടുത്തി വെക്കണത്. അപ്പോൾ ധരിച്ചിരിക്കണ വസ്ത്രം കൊണ്ട് മുഖം തുടക്കരുത്. മുഖം തുടക്കാനായിട്ട് മറ്റൊരു വസ്ത്രം ഉപയോഗിക്കാമല്ലോ. തോർത്തില്ലാത്ത വീടാണ് നമ്മുടെ വീട്, ടർക്കിയില്ലാത്ത വീടാണോ? അല്ലല്ലോ. അങ്ങനെയുള്ളത് ഉപയോഗിക്കാം. നമ്മുടെ കുട്ടികളെ അത് ശീലിപ്പിക്കാം. ഇനി 9ാമത്തേത്, ദുർഗന്ധമുള്ള വീട് അത് പിശാചിൻ്റെ സങ്കേതമായിരിക്കും. പണ്ടൊക്കെ നമ്മളെ മഗ്‌രിബിൻ്റെ ഇടയിൽ ചന്ദനത്തിരി കത്തിക്കും, അല്ലെങ്കിൽ നല്ല ഊത് പുകയ്ക്കും. ഇന്നത് പതിവാക്കുക. നമ്മുടെ വീട് സുഗന്ധം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഉഴുതും ചന്ദനത്തിരിയും എന്തായിക്കോട്ടെ, ഒരു പുക, നല്ലൊരു മണം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകണം. ദുർഗന്ധമാണെങ്കിൽ അത് ഒരു സമാധാനമില്ലായ്മ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ തേടി വരും. ചിലപ്പോൾ വേസ്റ്റിൻ്റെ ആയിരിക്കും. വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഭയങ്കര സ്മെല്ല്. അത് അല്ലെങ്കിൽ എയർ തിങ്ങിയിരുന്നിട്ട്, ചില വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, എയർ ഇങ്ങനെ തിങ്ങിയിരുന്നിട്ടെ. അങ്ങനെ ആകരുത്. അത് നമ്മുടെ മനസ്സിനങ്ങ് കുടിസാക്കി കളയും. വീട് അടച്ചു പൂട്ടിയ വീടെന്ന് പറഞ്ഞാൽ കുടിസാക്കി കളയും മനസ്സിനെ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് കൃത്യമായി ഒന്ന് എയർ പാസ്സൊക്കെ കൃത്യമാക്കുക. അതിനർത്ഥം എപ്പോഴും തുറന്നിടണമെന്നല്ല, ആവശ്യമില്ലെങ്കിൽ അടച്ചിടുക. ഇപ്പോൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ വാതിൽ, ഫ്രണ്ട് ഡോർ അടച്ചിടലാണ് നല്ലത്. മഗ്‌രിബായില്ലേ മോനെ വാതിലൊക്കെ അങ്ങ് തുറന്നിടുന്നല്ല, മഗ്‌രിബായില്ലേ വാതിൽ അടച്ചിടുന്ന പറയേണ്ടത്. കാരണം എന്താ, പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദുർഗന്ധമുള്ള വീടാണെങ്കിൽ അത് അവിടെ ദാരിദ്ര്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇനി 10ാമത്തേത്, നമ്മൾ പാത്രങ്ങൾ കഴുകാതെ കൂട്ടിയിടുന്നൊരു പതിവുണ്ട് ഇല്ലേ? രാത്രി കഴിക്കും, ഇനിയിപ്പോൾ ഏതായാലും രാവിലെ കഴുകുക. അങ്ങനെ മടി നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും, പിശാച് തോന്നിപ്പിക്കും. അങ്ങനെ കഴുകാതെ ഇട്ടാൽ എന്ത് സംഭവിക്കും? അത് പതിവായി കഴിഞ്ഞാൽ ദാരിദ്ര്യം വന്നു ചേരും. വല്ലപ്പോഴും ഒരിക്കൽ വയ്യാത്ത സമയം, അല്ലെങ്കിൽ മെൻസ്ട്രൽ പെയിൻ ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, ശാരീരികമായൊരു മറ്റൊരു ബുദ്ധിമുട്ട് വന്നു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പതിവായി ഇങ്ങനെ ചെയ്യുന്നവർക്ക് ദാരിദ്ര്യം വന്നു ചേരും അത്ര. ഇനി 11ാമത്തെ എന്താ, വസ്ത്രങ്ങൾ വൃത്തിയാക്കാതെ കൂട്ടിയിടുക. പാത്രങ്ങൾ പോലെ തന്നെ ഈ അഴുക്കായ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ നമ്മളിങ്ങനെ അഴുക്കായി കഴുകാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ അത് വെറുതെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക, കഴുകാതെ ഇങ്ങനെ കൂട്ടിയിടുക. അതും ഒരു ബറക്കത്തുകേടാണെന്നാണ്. ഇനി 12ാമത്തേത്, ഭക്ഷണം വേസ്റ്റാക്കുക. ഭക്ഷണം വേസ്റ്റാക്കുക. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകളുണ്ട് അങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കുന്ന ആളുകൾ. ഒരു പത്തിരി കഷ്ണം അത് വേസ്റ്റാക്കരുത്. വേസ്റ്റ് കൂനയിൽ കൊണ്ടുപോയിടേണ്ട സാധനമില്ല ഭക്ഷണം. എത്രയോ മനുഷ്യന്മാരാണ് നമ്മുടെ കയ്യിൽ ഈ ഭക്ഷണം പൈസയൊക്കെ പടച്ചോൻ തന്നത് നമുക്ക് മാത്രം ആസ്വദിക്കാനല്ല, നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഭക്ഷണം അള്ളാഹ് ഏറ്റെടുത്തതാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഉസ്താദേ കുറേ ആളുകൾ പട്ടിണി കിടപ്പുണ്ടല്ലോ? അള്ളാഹ് ഏറ്റെടുത്താണെങ്കിൽ അവർക്ക് കിട്ടണ്ടേ? അള്ളാഹ് ഏറ്റെടുത്തത് കുറേയൊക്കെ തന്നിരിക്കണത് നമ്മുടെ കയ്യിലാണ്. അവർക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹ് ചോദിക്കും, നിനക്ക് ഞാൻ തന്നത് നിനക്ക് മാത്രമായിട്ടല്ല, ഇന്നാലില്ല ആളുകൾക്ക് കൊടുക്കാനും കൂടെയാണ്, എന്നിട്ട് നീ എന്താ കൊടുക്കാതിരുന്നേ? അള്ളാഹ് ചോദിക്കും. എന്ത് മറുപടി പറയേണ്ട നമുക്ക്? നമ്മൾ വേസ്റ്റിൽ കൊണ്ടുപോയി തട്ടുകയല്ലേ? മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ബാക്കി വരുന്നെങ്കിൽ നല്ല ഭക്ഷണമാണെങ്കിൽ അയൽവക്കത്ത് കൊടുക്കുക. ഇനി അവിടെ കൊടുക്കാൻ പറ്റുന്നില്ലേ, അവസാനത്തെ വഴിയാണ് ഏതെങ്കിലും മൃഗങ്ങൾക്കെങ്കിലും കൊടുക്കുക, അല്ലാതെ നശിപ്പിച്ച് കളയല്ലേ, ഭക്ഷണം നശിപ്പിക്കല്ലേ. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യം ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി 13ാമത്തേത്, ഒരു ജീവിയുടെ രൂപം നമ്മുടെയൊക്കെ ഷെൽഫിലുണ്ടാവാം. ജീവികളുടെ രൂപം, അതൊരു മൃഗങ്ങളുടെ രൂപമാകട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ ഷെൽഫിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ആളുകൾ കാണുക, ഇങ്ങനെ വെക്കുക. അത് റഹ്മത്തിൻ്റെ മലക്കുകൾ വരാതിരിക്കാൻ നിമിത്തമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമല്ലേ. അപ്പോൾ ഒരു ചോദ്യം ഉണ്ട്, ഉസ്താദ്, ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ ഈ ടെഡി ബിയർ അതുപോലെ തന്നെ ഈ ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ കൊടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. കളിപ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ അതൊക്കെ ഷെൽഫിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക, അതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കുക, അതൊക്കെ തെറ്റായ കാര്യം തന്നെയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മലക്കുകൾ അങ്ങോട്ട് അടുക്കാതിരിക്കാൻ കാരണമാണ്. അപ്പോൾ ഉസ്താദ് കഅബാലയത്തിൻ്റെ താജ്മഹലിലൊക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, അതൊക്കെ ചെയ്യാം. ജീവനുള്ള വസ്തുക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി 14ാമത്തേത്, കർട്ടൻ. ജീവനുള്ള രൂപങ്ങളുള്ള കർട്ടനുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പാടെ ഒഴിവാക്കി കളയുക. സ്വന്തം വീട്ടിൽ അങ്ങനെ കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടിലേക്ക് മലക്കുകൾ വരില്ല അത്രേ. ഇനി 15ാമത്തേത്, ജനാപത്തുകാരനായ മനുഷ്യൻ അല്ലെങ്കിൽ വലിയ അശുദ്ധി ഉണ്ടായ സ്ത്രീ കുളിക്കാതെ പതിവായി ഭക്ഷണം കഴിക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം, ഉസ്താദ്, അപ്പോൾ ഞങ്ങൾക്ക് മെൻസസ് വന്നാലോ അല്ലെങ്കിൽ നിഫാസ് വന്നാലോ? അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്, അവരെക്കുറിച്ചല്ല. സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ട് ഭാര്യയും ഭർത്താവും കുടുംബബന്ധം പുലർത്തി എന്നിട്ട് കുളിക്കാതെ, ഏറ്റവും ചുരുങ്ങിയതൊരു വുളുവെങ്കിലും എടുക്കാതെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഈ മെൻസസ് ഉള്ള സമയത്തും അതുപോലെ തന്നെ നിഫാസ് ഉള്ള സമയത്തും അവർക്ക് വുളു എടുക്കാൻ പറ്റില്ലല്ലോ. അവരെക്കുറിച്ചല്ല ഈ പറയണത് കേട്ടോ. അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അത് അവരുടെ നിർബന്ധമായ ചില കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് കുഴപ്പമില്ല. അല്ലാതെ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ട് കുളിക്കാതെ, ഏറ്റവും നല്ലത് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കലാണ്. ഇനി ഒരു വഴിയില്ലെങ്കിൽ
ഉളു എടുത്തിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതുപോലും ഇല്ലെങ്കിൽ പതിവായി അങ്ങനെ കഴിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകും അത്രേ. ഇനി 16-ാമത്തേത് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുക, ഇടത് കൈ കൊണ്ട് വിളമ്പുക. അത് നമ്മുടെ വീട്ടിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഭക്ഷണം കഴിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ്, വെള്ളം കുടിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ്, ഭക്ഷണം വിളമ്പേണ്ടത് വലത് കൈ കൊണ്ടാണ്. അങ്ങനെ ഒരു നല്ല സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മുടെ വീട്ടിൽ ഇടത് കൈ കൊണ്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ഇടത് കൈ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നൊരു വീടാണെങ്കിൽ അവിടെ ബറക്കത്ത് ഉണ്ടാവില്ല, പതിവ് ദാരിദ്ര്യത്തിലേക്ക് അത് കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളതാണ്. ഇനി 17-ാമത്തേത് നിന്ന് വെള്ളം കുടിച്ചാൽ ആ ബറക്കത്തൊക്കെ നഷ്ടപ്പെടും. അതായത് നമ്മളറിയാത്ത രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രോഗങ്ങൾ ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക അടിത്തറ മുഴുവൻ തോണ്ടിക്കളയും. ദാരിദ്ര്യത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിന്ന് വെള്ളം കുടിച്ചാൽ, പതിവായി കുടിച്ചാൽ അതെത്തിക്കും എന്നുള്ള അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 18-ാമത്തേത് സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കേണ്ടത് വരെ കിടന്നുറങ്ങാം. സുബഹിക്ക് ശേഷം ഉറങ്ങാൻ പറ്റിയ സമയമല്ലത്. ദിക്റിലായി അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ റിസ്ക് മനുഷ്യന്മാർക്ക് വീതിച്ചു കൊടുക്കുന്ന സമയമാണെന്ന് കിതാബുകളിൽ കാണാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉറങ്ങല്ല, ഇബാദത്തിൽ മുഴുകുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഉറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെ മുഴുവൻ ബറക്കത്തും നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിന് അത് കാരണമാകും എന്നുള്ളതാണ്. ഇനി 19-ാമത്തേത് അസുറിന് ശേഷം ഉറങ്ങുക. അസുറിന് ശേഷം ഉറങ്ങുക എന്ന് പറയുന്നത് വളരെ മോശം സ്വഭാവമാണ്, അതും ദാരിദ്ര്യത്തിന് കാരണമാണ്. 20-ാമത്തേത് കമിഴ്ന്ന് കിടന്നുറങ്ങുക. അത് നരകാവകാശികളുടെ ഉറക്കാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കമിഴ്ന്ന് കിടന്നുറങ്ങുക. കമിഴ്ന്ന് കിടന്നല്ല ഉറങ്ങേണ്ടത്, വലത്തേക്ക് തിരിഞ്ഞിട്ടാണ് കേട്ടോ. കമിഴ്ന്ന് കിടന്നുള്ള ഉറക്കമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. ഇനി 21-ാമത്തേത് നഗ്നരായി കിടന്നുറങ്ങുക. ഒരു തുണിയില്ലാതെ അങ്ങനെ കിടന്നുറങ്ങുക, വസ്ത്രമില്ലാതെ കിടന്നുറങ്ങുക. അത് ദാരിദ്ര്യം ഉണ്ടാക്കും അത്രേ. ഇനി 22-ാമത്തേത് പരസ്പരം മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകളാണ് എപ്പോഴും വീടുകളിൽ പറയുക. ചിലപ്പോൾ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തുവാക്ക് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല, ആ വീട്ടിൽ എന്നും ദാരിദ്ര്യമായിരിക്കും, ഒരു സ്വസ്ഥത അവർക്ക് ഉണ്ടാവില്ല. ഈ രണ്ട് അമ്മായിയമ്മയുടെ മരുമക്കളുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മുടെ കെട്ടിയവൻ്റെ കാര്യം ചിന്തിച്ച് നോക്കിയേ, ജീവിതം തകരും. അവന് സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് എക്സ്ട്രാ ജോലി ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കണം, ഇതുങ്ങളെ തീറ്റണം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ജീവിതം ദാരിദ്ര്യത്തിലേക്ക് വഴിമാറും എന്നുള്ളതാണ്. ഇനി 23-ാമത്തേത് മാതാപിതാക്കളുടെ പേര് വിളിക്കാം. പല കുട്ടികളുടെ ഒരു പതിവാണ്, നമ്മൾ ചെറുപ്പത്തിൽ ശീലിപ്പിച്ചിട്ടുണ്ട്. പാപ്പിന്ന് വിളിക്കലും ഉമ്മീന്ന് വിളിക്കലും അവരുടെ പേര് വിളിക്കുക, അതും ദാരിദ്ര്യമുണ്ടാക്കുമെന്ന് അയിമത്തുകൾ പറയുന്നുണ്ട്. ഇനി 24-ാമത്തേത് മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ പതിവായി കിടന്നുറങ്ങും. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറ്റിയ കിടന്നു പോകുന്നതിനെ കുറിച്ചല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സുബഹിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ തീരെ കിടക്കാൻ പാടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു രോഗകാരണം കൊണ്ട് വേദന കൊണ്ട് കടന്നുപോയി അങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ചല്ലോട്ടെ ഈ പറയണേ. പതിവായി ഒരു കാരണമില്ലാതെ സുബഹിയുടെയും അതുപോലെ തന്നെ ഈ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിൽ കിടന്നുറങ്ങുന്നത് ആ ഒരു സ്വഭാവം വളരെ മോശമാണ്. അതുപോലെ മഗ്രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിൽ കിടന്നുറങ്ങുക, ഇതൊക്കെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കും. അതുപോലെ 25-ാമത്തേത് കൂടുതൽ ഉറങ്ങുക. നമ്മുടെ വീട്ടിൽ ചില ആൾക്കാരുണ്ടാവും എപ്പോഴും ഉറക്കം, അവരിങ്ങനെ ഉറങ്ങിയാലും മതിയാവില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ വീട്ടിൽ പറക്കത്തുണ്ടാവില്ല, ദാരിദ്ര്യം വർദ്ധിക്കും എന്നുള്ളതാണ്. 26-ാമത്തേത് ഭക്ഷണം താഴെ വീണാൽ അതിനെ എടുക്കാതെ ഉപേക്ഷിക്കുക, വേസ്റ്റിൽ കളയുക. അത് വലിയ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കും. അങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കുന്ന ആളുകളുടെ പരമ്പരയിൽ ബുദ്ധിമാന്യമുള്ള കുട്ടികൾ പിറക്കുന്ന ചില ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് പറയപ്പെട്ടതാണ്. അത് ചിലപ്പോൾ സ്വന്തം മകനായിക്കൊള്ളുന്നില്ല, അവരുടെ പരമ്പരയിൽ ഇങ്ങനെ വന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഈ ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാം അങ്ങനെയാണെന്നല്ല, ഒരു കാരണം ഇങ്ങനെ ആയിരിക്കാം. അവരുടെ മുൻകാലത്തുള്ള ആളുകൾ ചിലപ്പോൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടാകും, ഭക്ഷണം വേസ്റ്റ് ആക്കിയിട്ടുണ്ടാകാം. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണത്. അപ്പം അങ്ങനെ സംഭവിച്ചേക്കാം. ഭക്ഷണം ഒരിക്കലും വേസ്റ്റ് ആക്കാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ രാത്രിയിൽ അടിച്ചു വരാം. ഇപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വേസ്റ്റ് വളരെ കൂടി കിടപ്പുണ്ട്, ക്ലീൻ ചെയ്യണം എന്നുള്ള ചിന്തയിൽ അതൊന്നുമല്ല. ഇത് പതിവായിട്ട് രാത്രി ആകുമ്പോൾ ഒരു ചൂലെടുത്തിട്ട് ഇറങ്ങണ ഒരു പതിവുണ്ട്. ആ പതിവ് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം കൂട്ടും എന്നുള്ളതാണ്, സമാധാനം നഷ്ടപ്പെടുത്തും. ഇനി 28-ാമത്തേത് ഉറുമ്പുകളുടെ കൂടിന് തീ വെക്കുക. ഒരു കൂട്ടമായിട്ട് ഉറുമ്പുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കത്തിച്ച് കരിച്ച് കളയുക. അത് ദാരിദ്ര്യമാണ്, കൊടിയ ദാരിദ്ര്യം ഉണ്ടാക്കും. പാവുറുമ്പുകൾ വല്ല ഉപദ്രവകാരികളായ ഒന്നിനെ നമ്മൾ കൊന്നു, അതിനെക്കുറിച്ചല്ലേ ഈ പറയണത്. കൂട്ടത്തോടെ നമ്മളിപ്പോൾ തേങ്ങാപ്പൂൾ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ ഉറുമ്പുണ്ടാവും. ഇപ്പോൾ ഫ്രണ്ടിൽ തീ കത്തുന്നുണ്ടെങ്കിൽ ഒരൊറ്റ എറി അങ്ങോട്ട് കൊടുക്കുക, ഒക്കെ ചത്തുപോട്ടെ. അങ്ങനെ ഉറുമ്പുകളെ കരിച്ച് കളയുന്നൊരു സ്വഭാവം നമ്മൾ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി 29-ാമത്തേത് അടിച്ചു വാരിയ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കാം. നമ്മുടെ അടുക്കളയിലൊരു ബറക്കത്തില്ലാത്തതിൻ്റെ മെയിൻ കാരണം അതാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല, ദാരിദ്ര്യം വന്നിങ്ങനെ കുമിഞ്ഞു കൂടുന്നതിൻ്റെ ഒരു കാരണം വേസ്റ്റുകൾ അടിച്ചു വാരിയിട്ട് ഇങ്ങനെ കൂട്ടി ഒരു ഭാഗത്തിട്ടേക്കും, അത് ക്ലീൻ ചെയ്യില്ല, അതങ്ങനെ കിടക്കും. ആ സ്വഭാവം വളരെ മോശമാണെന്നുള്ളതാണ്. ഇനി 30-ാമത്തേത് ധരിച്ച വസ്ത്രം അത് ധരിച്ചുകൊണ്ട് തന്നെ തുന്നുക. ഇമാമികൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരാളുടെ ഭർത്താവിൻ്റെ ഡ്രസ്സിൽ ബട്ടൺ എന്ത് ചെയ്തു, പൊട്ടിപ്പോയി. അപ്പോൾ ഒരു തുന്നൻ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ തുന്നുക, വസ്ത്രം അഴിച്ചിട്ട് വേണം തുന്നാനെന്നാണ്. അതുപോലെ തന്നെ 31-ാമത്തേത് നമ്മുടെ വീട്ടിൽ ചിലന്തി ഇങ്ങനെ വലയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കളയാം. ഒരു ബറക്കത്തും ചിലന്തി വലയാൽ നിറഞ്ഞു നിൽക്കുന്ന വീട്ടിലുണ്ടാവില്ല.
എത്രയും പെട്ടെന്ന് അത് ക്ലീൻ ചെയ്ത് കളയാം. അതുപോലെ തന്നെ 32-ാമത്തേത് കാണാം, ഈ ചീപ്പ് മുടിയിരാൻ ഉപയോഗിക്കുന്ന ചീപ്പ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ടാവും. പൊട്ടിയ ചീപ്പ് കൊണ്ട് മുടിയിരിയാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഇമാമികൾ പറയുന്നുണ്ട്. ഇനി 33-ാമത്തേത് ലാസ്റ്റ് വൺ, ഒരുപാടുണ്ട് കേട്ടോ, ഞാൻ 33 മാത്രമേ പറഞ്ഞുള്ളൂ. പൊട്ടിയ കണ്ണാടിയിൽ മുഖം നോക്കുക, അതും ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ 33-എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ അത് മാറ്റി നിർത്തിയിട്ട് ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ആസ്വദിക്കാൻ കഴിയില്ല, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല, എപ്പോഴും കുടുസായ മൈൻഡും കുടുസായ ജീവിതമായിട്ട് മാറും. അങ്ങനെ ഒരു സന്തോഷമില്ലാത്ത ജീവിതമായിട്ട് മാറുന്നതിനേക്കാൾ നല്ലത് ഇത് മാറ്റിവെച്ച് സമാധാനമായിട്ട് ജീവിച്ചുകൂടെ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഈ പിശുക്കന്മാരുടെ വീടാണ്, അല്ലെങ്കിൽ മടിയന്മാരുടെ വീടാണ്, മടിച്ചികളുടെ വീടാണെങ്കിൽ ഒരു സന്തോഷം അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല. അള്ളാഹു നല്ല ഊർജ്ജസ്വലതയുള്ളവരായി നമ്മളെ മാറ്റി തീർക്കുമാറാകട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവനെ മറക്കാത്ത ഐശ്വര്യം തന്ന് പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമാണ്, ഇമാം ഷാഫിഈ റളിയല്ലാഹുവിൻ്റെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أرحم الراحماയ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നൽകണയല്ല, സന്തോഷം നൽകണയല്ല, കുടുംബജീവിതത്തിൽ ഐക്യം നൽകണയല്ല, പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണയല്ല, എല്ലാവിധ ദാരിദ്ര്യങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണയല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി അത് മാറ്റി നിർത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല. മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ലയല്ല. ഇസ്സത്ത് നൽകണയല്ല, അഭിമാനം നൽകണയല്ല, കടങ്ങൾ ഏറ്റെടുക്കണയല്ല, ജോലിയിൽ അഭിവൃദ്ധി നൽകണയല്ല, പ്രവാസികളുണ്ട് ഖൈർ നൽകണയല്ല, ജീവിതത്തിൽ തടസ്സങ്ങളുള്ള മേഖലയിൽ ബറക്കത്ത് ചെയ്യണയല്ല, ഒരുപാട് അസുഖബാധിതരുണ്ട് പരിപൂർണ്ണ ശിഫാ നൽകണയല്ല, പൊന്നുമക്കളെ നന്നാക്കണയല്ല, ഇബാദത്തുള്ള മക്കളാക്കണയല്ല, മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണയല്ല. പടച്ചവൻ എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. യാ റബ്ബന യാ റബ്ബന. സിഹറുകൾ, കണ്ണേറുകൾ, പൈശാചികതകൾ നീ മാറ്റി നിർത്തണയല്ല, എല്ലാം ബാത്തുലാക്കണയല്ല. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഭവനം നൽകണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണയല്ല. യാ റബ്ബന, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ, ഈമാൻ സലാമത്താക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ധാരാളം ആളുകളുണ്ട്, എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ സ്നേഹിക്കുന്ന ഇതിൻ്റെ അഹ്ലുകാർ, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, അവരിൽപ്പെട്ട ഓരോരുത്തരെയും കുടുംബസമേതം ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.